ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുട്ടാപ്പിയുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഇയർ ആയിട്ടുണ്ടാവും വീഡിയോസ് ഇട്ടിട്ട്. എന്തോ ഓരോ കാരണങ്ങൾ കൊണ്ടും പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് എടുക്കാൻ പറ്റാണ്ട് പോയിട്ടുള്ളതായിരുന്നു. എടുക്കണം ചെയ്യണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഒന്നും നടക്കാറില്ല. അപ്പോൾ ഇനി എന്തായാലും വീഡിയോസൊക്കെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് അല്ലൂട്ടൻ്റെ ബർത്ത്ഡേക്ക് ഇട്ട വ്ളോഗാണ് ലാസ്റ്റ് കിടക്കുന്നത്. അതിനുശേഷം പിന്നെ അങ്ങനെ വ്ളോഗ്സൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്, റീൽസൊക്കെ ചെയ്യാറുണ്ട്, എങ്കിലും വ്ളോഗ്സൊന്നും ഞാൻ ചെയ്യാറില്ല. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഓർക്കുന്ന വ്ളോഗൊക്കെ ഇടാം. കണ്ടൻറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്, പക്ഷെ അതൊന്നും ചെയ്യാൻ അല്ലൂട്ടൻ നല്ല ഉറക്കമായിരുന്നു. ഇപ്പം അല്ലൂട്ടൻ എണീറ്റതാണ് കണ്ടത്. അപ്പം നമുക്ക് ഇന്നിട്ട് ബ്ലോഗൊക്കെ ചെയ്യാം, വീഡിയോസൊക്കെ ചെയ്യാന്ന് പറ ചെയ്യാം. പിന്നെ ഞങ്ങളുടെ വ്ളോഗ്സിൻ്റെ കൂടെ ഇനി അല്ലൂട്ടനൊക്കെ ഉണ്ടാകും. ഞങ്ങളിനി വ്ളോഗ്സ് ചെയ്യും. ഞാനൊരു മെയ് 5-നായിരുന്നു എൻ്റെ കാർത്തിയുടെ ബർത്ത്ഡേ. അപ്പോൾ എൻ്റെ കാർത്തിയുടെ ബർത്ത്ഡേയുടെ ഒരു ചെറിയൊരു കുറച്ച് കുഞ്ഞു വീഡിയോസ് ഫോട്ടോസൊക്കെയാണ് ഞാനിപ്പോൾ ഈ വ്ളോഗിലിടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ തൊട്ടാണ് നമ്മൾ ഇനി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് അല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുട്ടാപ്പി ദ വേൾഡ്. ഉറക്കപ്പിച്ചില്ല, ചിരിച്ചു. എവിടെ പോവാ? ലഡു അടിച്ച് പോവാനോ? അവിടെ ആരൊക്കെയുണ്ട്? കുഞ്ഞാട്ടുണ്ടോ? വേറെ ആരുണ്ട്? 4 പേരുണ്ടോ? വേറെ ആരാ അവിടെ ഉള്ള? മാമ, ഇത് മാമയാണ്, കണ്ണുമാമ. പിന്നെ ആന്റി ഉണ്ട്. പിന്നെ അമ്പലു. അപ്പൊ നമ്മളിപ്പോ എവിടെ പോവാ? നമ്മളെവിടെ പോവാ? കാർത്തിച്ചേട്ടന്റെ ബർത്ത്ഡേക്കോ? കാർത്തിച്ചേട്ടന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ പറയടാ പറഞ്ഞേ. അങ്ങനെ എൻ്റെ നാട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ തുറവൂരാട്ടോ. എൻ്റെ വീടും നാടും വീട്ടുകാരെയും ഒന്നും ആരും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ കുത്തിയതോടായി. അവിടെ കയറി ഞങ്ങൾ വീട്ടിലേക്ക് പിള്ളേർക്കൊക്കെ കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പം അറിയാലോ അവിടെ അതിൻ്റെ വർക്കൊക്കെ നടക്കുവാന്ന്. അവിടെ കുറച്ച് പൊടിയും കട്ടറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേ എൻ്റെ നാടെത്താറായി. ഇപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ അവിടുത്തെ ക്ഷേത്രം, തുറവൂർ മഹാക്ഷേത്രം. വടക്കനപ്പൻ്റെയും തെക്കനപ്പൻ്റെയും ഒരു വലിയൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഉത്സവം എന്ന് പറയുന്നത് ദീപാവലി തന്നെയാണ്. അത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ദീപാവലി എന്ന് പറയുന്നത് അത്രയും കൊണ്ടാടുന്നൊരു ഉത്സവം. ഞങ്ങൾക്ക് മെയിനാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഓണത്തെക്കാളും ക്രിസ്മസിനേക്കാളും വിഷുവിനേക്കാളും ഒക്കെ ഞങ്ങൾക്ക് മെയിൻ എന്നും ഇവിടുത്തെ ഉത്സവമാണ്. അങ്ങനെ ദേ ഞങ്ങളുടെ വീടെത്തി. ആ വൈറ്റ് പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണ് എൻ്റെ വീട്. താങ്ക് യു.
ബർത്ത്ഡേ ഫംഗ്ഷൻ ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും നന്നതായിരുന്നു. കാരണം പറഞ്ഞപ്പോൾ എല്ലാവരും ഓടി വന്നു കേട്ടോ. എൻ്റെ അമ്മാവനും ചിറ്റയും പിന്നെ അപ്പുറത്തെ കുടുക്കാസി മക്കൾസും ചിറ്റമാരുടെയും കൊച്ചച്ചന്മാരുടെയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഇരിക്കുന്നതാണ് എൻ്റെ അച്ചമ്മയാണ് കേട്ടോ ഇത്. ഇപ്പോൾ അതേ പപ്പ കാർത്തിക്ക് ഒരു വണ്ടി മേടിച്ചു കൊടുത്തു, അത് ഗിഫ്റ്റായിട്ട്. അപ്പോൾ അത് പൊട്ടിക്കുന്നതിൻ്റെ കാണുന്നതിൻ്റെ ധൃതിയിലാണ് ഇപ്പോൾ. ഇവിടെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളയുണ്ട്, അമ്മയുണ്ട്, ആങ്ങളയുടെ വൈഫ്, മോള്, പിന്നെ അച്ഛൻ്റെ അമ്മ. ഞാൻ ഇരിക്കുന്നതാണ് അച്ഛൻ്റെ അമ്മ. അപ്പോൾ ഇത്രയും പേരടങ്ങുന്നതാണ് എൻ്റെ വീട്ടിലുള്ളവർ. അങ്ങനെ പിന്നെ ബർത്ത്ഡേ ആഘോഷവും കേക്ക് കഴിയും കാർത്തിക ഗിഫ്റ്റ് പൊട്ടിക്കലും എല്ലാം ആയിട്ട് എല്ലാവരും അങ്ങോട്ട് കൊണ്ടാടി. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഫുഡായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും വന്നവർക്കും ഒക്കെ പായസമൊക്കെ കൊടുത്തു. പിന്നെ കാർത്തിക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. എനിക്ക് രണ്ടാമതെയും കൂടി ഒരു മൂക്ക് കുത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രണ്ടാമതെയും കൂടി ഞാനൊരു മൂക്കൊന്നും കൂടെ കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാനൊരു ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് കരുതിയതല്ല, പിന്നെ എന്തോ അങ്ങ് തോന്നി. ജസ്റ്റ് കുട്ടേട്ടൻ എനിക്ക് വീഡിയോ എടുത്ത് തന്നു. അതും അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുത്തത്, ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഞങ്ങൾ പോയി എടുത്തൊരു തീരുമാനമായിരുന്നു. അതിനുശേഷം ഞങ്ങളന്ന് വൈകിട്ട് ഞങ്ങൾ ഉദയംപൂർക്ക് വരാം എന്ന് പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു. പക്ഷേ അപ്പോൾ പെട്ടെന്ന് പ്ലാൻ മാറ്റി, ഒന്ന് ഭയങ്കര മഴയൊക്കെയായിരുന്നു. അപ്പോൾ കുട്ടേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്കെന്നാൽ ആലപ്പുഴയിൽ പോയാലോ എന്ന് തീരുമാനിച്ചു. അങ്ങനെ പെട്ടെന്ന് നിൽക്കുന്ന നിപ്പിൽ ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തു. ചേട്ടനെയും ചേച്ചീനെയൊക്കെ വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ ആ ക്യാപ്പ് വെച്ചിരിക്കുന്നതാണ് എൻ്റെ ആങ്ങള കൃഷ്ണകുമാർ, കണ്ണാന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇത് ചേട്ടൻ്റെ മോളാട്ടാ, അമ്പലു. അവളുടെ ശരിക്കും പേര് ഇതിൽ കൃഷ്ണ എന്നാണ്, ഞങ്ങൾ അമ്പലു എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ നിൽക്കുന്ന സ്പെക്സ് വെച്ചതാണ് ചേട്ടത്തി, പിന്നെ കുട്ടേട്ടൻ കുഞ്ഞ്. ചുറ്റുമ്പോൾ അവിടെ നിന്ന് അടിച്ചപ്പോൾ ചേച്ചിയുടെ ഫേസ് നല്ലോണം കാണാം. എന്നിട്ട് നോക്കിക്കേ, ഇവിടെ ഇങ്ങനെ അടിക്കുമ്പോൾ ഫേസ് കിട്ടുന്നുണ്ട്. ചുറ്റുമാ ഹായ് ആൻചേ, ഹായ് ആൻചേ, ഹായ് ആൻചേലുമാ, ഹായ്. അയ്യോടാ ഉറക്കം പറ്റണമെന്ന് ഇല്ല, ചെറുക്കനെ ഇറക്കിയ. അമ്പലൂന് പേടിയാണോ? കണച്ചേട്ടൻ നനയ്ക്കണ്ട, പാൻറ് നനയ്ക്കണ്ട. വെള്ളം പോയാ അയ്യോ കളഞ്ഞ ഷൂ പറഞ്ഞു തേരടിച്ചേറി വിട്ടാ, തേരടിച്ചേറി കളഞ്ഞ ഷൂ ഒക്കെ പറഞ്ഞു. വേണ്ട 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 വേണ്ട. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.